ശരിക്കും പറഞ്ഞാൽ നമ്മുടെ IBPS-ന്റെ റിവൈസ്ഡ് കാലണ്ടർ വന്നു അല്ലെ. ശരിക്കും നമുക്ക് എന്നാ എക്സാം, എന്തൊക്കെയോ മാറ്റമുണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലി നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. ശരിക്കും നമ്മുടെ എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ നിങ്ങൾ ശരിക്കും റിപ്പീറ്റേഴ്സാ? എനിക്കാകെ ഒരു കാര്യമേ ആദ്യമേ പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണ്, നിങ്ങളുടെ പേര് വൈസ് നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ബേസ് എത്രമാത്രം അറിയണം എന്നത് എനിക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം, എന്നാലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ടോപ്പിക് ഓക്കെയാണ്, ഞാനൊരു 30 ചോദ്യം തരാം ആ ടോപ്പിക്കിൽ, നിങ്ങളത് ക്രാക്ക് ചെയ്താൽ നിങ്ങൾ ഓക്കെയാണ്, ഇല്ലെങ്കിൽ അതൊന്ന് പഠിക്കേണ്ടി വരും. റിപ്പീറ്റേഴ്സിന്റെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നെക്സ്റ്റ് ഫ്രൈഡേ വരെ നിങ്ങൾക്ക് എന്തായിരിക്കും? ഫ്രീ ക്ലാസ്സസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് വന്ന് അഡ്മിഷൻ എടുക്കണം. മേ ബി കൂട്ടത്തിൽ അഡ്മിഷൻ എടുത്തവരുണ്ടായിരിക്കും, അതേപോലെ തന്നെ ക്ലാസ്സസ് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് വന്നിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ വരെ നമുക്ക് ഫ്രീ ക്ലാസ് ആണ്. ഞങ്ങൾ നല്ല 100% എഫേർട്ട് നിങ്ങളോട് നിൽക്കും. കാരണം ഈ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ സാലറി വാങ്ങിക്കുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ഈ ഒരു ടീം തുടങ്ങിയ സമയം മുതലേ ഞങ്ങൾ 0 നിന്നാണ് തുടങ്ങുന്നത്. ബാങ്കിൻ്റെ സൈലന്റ് ബാങ്കിങ് ടീം തുടങ്ങിയപ്പോൾ 0 ആയിരുന്നു. ഇന്ന് നിങ്ങളെപ്പോലെ ഇത്രയും പേര് ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ശമ്പളത്തിനപ്പുറത്തേക്ക് എന്താണ് ഞങ്ങളുടെ സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ചോദിച്ചാൽ നിങ്ങളുടെ റിസൾട്ടാണ്. വൈ ബാങ്കിങ്? എന്താ ബാങ്കിങ് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം? ഒരു വർഷം 20-ലധികം എക്സാം ഒറ്റ സിലബസ് പഠിച്ചെഴുതാം. ഒറ്റ സിലബസ്. അതായത് ഏറ്റവും സിലബസ് കുറവ് ഏത് എക്സാമിനാണെന്ന് ചോദിച്ചാൽ അത് ബാങ്ക് എക്സാമിനാണ്. ആകെ 4 സബ്ജക്റ്റേ പഠിക്കാനുള്ളൂ. റീസണിങ്, ക്വാണ്ട്, ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയും പെർക്സ് ആൻഡ് അലവൻസസ് ആണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടുന്നത്. കൃത്യസമയത്ത് എക്സാം നടക്കുമെന്ന് പറഞ്ഞാൽ ആ ദിവസം എക്സാം നടന്നിരിക്കും. ഇന്ന ദിവസം റിസൾട്ട് വരുമെന്ന് പറഞ്ഞാൽ ആ ദിവസം റിസൾട്ട് വന്നിരിക്കും.